ഇപ്പോൾ ചേലക്കരയിൽ നിന്ന് എസ് വിജയകുമാർ ചേർന്നുണ്ട്. വിശദാംശങ്ങളുമായി വിജയകുമാർ, ചില ബൂത്തുകളിലൊക്കെ ഈ സമയപരിധി അവസാനിച്ചു കഴിഞ്ഞിട്ട് നീണ്ട ക്യൂ പ്രകടമായിരുന്നുവല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയകുമാർ? ഉന്മേഷ്, ചേലക്കരയിൽ ഇപ്പോൾ ഏതാണ്ട് എല്ലാ ബൂത്തിലും വോട്ടെടുപ്പ് എന്ന പ്രക്രിയ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പോളിംഗ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റാനുള്ള നടപടികൾ അതാണ് ഇപ്പോൾ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. 72.52 എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പോളിംഗ് പെർസെന്റേജ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ കൂടുതലാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 77 ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 4% കുറവ് ഇപ്പോഴുണ്ട്. പക്ഷേ 1% കൂടി കൂടാൻ സാധ്യതയുണ്ട്. അതായത് ഒരു 74 വരെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. അത് അന്തിമമായി ഈ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ ഏതാണ്ട് 1500ഓളം വോട്ടുകൾ ഉണ്ട്. അതും എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഏതാണ്ട് 1% വോട്ട് കൂടി കൂടും. അങ്ങനെയാണെങ്കിൽ ഒരു 74% ഒക്കെ വോട്ട് വരാം. ഒരു നല്ല മാന്യമായ പോളിംഗ് തന്നെയാണ് അത്, അതിൽ തർക്കമൊന്നുമില്ല. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല രാഷ്ട്രീയ പോരാട്ടം നടന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ എല്ലാ സൂചനകളും എല്ലാ പോരാട്ട വീര്യവും ഈ വോട്ടെടുപ്പ് ദിവസവും നമ്മൾ കണ്ടു. ആളുകൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ മുതൽ തന്നെ എത്തുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് 1 മണി 2 മണി സമയം വരെയും പല ബൂത്തുകളിലും നമ്മൾ സാധാരണ കാണുന്നതിനേക്കാൾ വലിയ വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമായിരുന്നു. പിന്നീട് ഒരു 2 മണി മുതലാണ് പോളിംഗ് മന്ദഗതിയിലായത്. നമ്മൾ ഉച്ചത്തെ കണക്കൊക്കെ വെച്ച് നോക്കിയാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ ഏതാണ്ട് 50% കടന്നിരുന്നു. അത് വെച്ച് നോക്കിയാൽ നമ്മൾ ഒരു 75, 78, ഒരുപക്ഷെ 80 വരെയൊക്കെ പോകുമെന്ന് കരുതിയതാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ ആ സമയത്ത് നമ്മളോട് സ്വകാര്യ സംഭാഷണത്തിൽ കനത്ത പോളിംഗ് എന്തിന്റെ സൂചനയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ കഴിയുമോ എന്ന് നമ്മളോട് സംസാരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതിലെ പോളിംഗ് കുറച്ച് മന്ദഗതിയിലായി. ഒരു 6 മണി 5 മണി ആകുമ്പോഴേക്കും ഏതാണ്ട് 70-അടുത്തെത്തി. പിന്നീട് ഇപ്പോൾ 72.52 എന്നതാണ് ഒടുവിലത്തെ ഔദ്യോഗിക വിവരം. അത് 1% കൂടി കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 73, 74 അടുത്ത് വരും എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും അത് മികച്ച പോളിംഗ് തന്നെയാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു അടിയൊഴുക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ 74% വോട്ട് രേഖപ്പെടുത്തി എന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. അതൊരു മികച്ച പോളിംഗ് തന്നെയാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വലിയ തോതിൽ പരിശ്രമിച്ചത് പരമാവധി വോട്ടർമാരെ വീടുകളിൽ നിന്ന് പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ വേണ്ടി തന്നെയാണ്. അതിൽ അവർ വലിയ തോതിൽ വിജയിച്ചു. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഈ വോട്ടർമാർ ബൂത്തിലെത്തി മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അപ്പോൾ ആ ഉദ്യമത്തിൽ അവർ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ബൂത്തിലടക്കം എല്ലായിടത്തു നിന്നും പോളിംഗ് പൂർത്തിയാക്കി സാമഗ്രികൾ സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സ്ട്രോങ് റൂമിലേക്ക് ചെറുതുരുത്തി സ്കൂളിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ആ പ്രോസസ് അവസാനിച്ചു. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഒരിടത്തും ഉണ്ടായില്ല എന്നതും മറ്റൊരു ആശ്വാസമാണ്. സമാധാനപരമായി വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. എസ് വിജയകുമാർ വിവരങ്ങൾ നൽകുകയാണ്.